जा दिल में नहीं बेताबिया, ये इश्क है सांसों में है अब जो रवा, आजा अब कैसा शर्माना, बन गया मैं तेरा दीवाना, धीरे धीरे से मेरी जिंदगी में आना, धीरे धीरे से मेरे दिल को चुराना, तुमसे प्यार हमें है कितना जाने जाना, तुमसे मिलकर तुमको है बताना. ഹലോ ആർമീസ്, എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും സുഖമാണ്. സ്ലോ പോയ്സൻ്റെ കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പലർക്കും ടേനെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഭയങ്കര ഞെട്ടലും, പക്ഷെ നിങ്ങൾ വിചാരിക്കണ്ട കേട്ടോ, ഭയങ്കര നെഗറ്റീവാണ് അങ്ങനെ കഴിക്കേണ്ട. ബീസ്റ്റ് ആൻഡ് ദ ബ്യൂട്ടി പോലെ എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് വെച്ചാൽ ഒരു മനുഷ്യരും നെഗറ്റീവും അല്ല, അതായത് പൂർണ്ണമായിട്ടും നെഗറ്റീവ് അല്ല, പൂർണ്ണമായിട്ടും പോസിറ്റീവ് അല്ല. എല്ലാവർക്കും ചെറിയ ചെറിയ രീതിക്കുള്ള നെഗറ്റീവ്സും ചെറിയ ചെറിയ രീതിക്കുള്ള പോസിറ്റീവ്സും ഉണ്ടാകും. അപ്പോൾ അതുപോലത്തെ ഒരു ക്യാരക്ടർ തന്നെയാണ്. ഭയങ്കര കില്ലർ ക്യാരക്ടർ എന്നൊന്നും പറയാൻ പറ്റില്ല. അതിനി പോകെ പോകെ ക്യാരക്ടർ മുന്നോട്ട് പോകും തോറും നിങ്ങൾക്കത് മനസ്സിലാകും. എല്ലാവർക്കും, അതായത് ഈ സ്റ്റോറിയുടെ ഒരു പ്രധാന, ഞാൻ കഴിഞ്ഞ തമ്പനയിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ദെയർ ഈസ് നോ പെർമനൻറ്റ് വില്ലൻ ഓർ ഹീറോ. ഈ സ്റ്റോറിയിൽ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു വില്ലനോ അല്ലെങ്കിൽ വില്ലത്തിയോ അല്ലെങ്കിൽ ഒരു ഹീറോയോ ഉണ്ടാകില്ല. എല്ലാവർക്കും അവരുടേതായ ഒരു കാഴ്ചപ്പാടിൽ ശരിയും തെറ്റുകളും ഉണ്ടാകും. അപ്പോൾ ആ ഒരു രീതിക്ക് ഈ സ്റ്റോറിയെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. പിന്നെ ഞാൻ എൻ്റെ ചാനലിൽ ചെറിയൊരു പ്രോബ്ലം പറഞ്ഞിരുന്നില്ലേ, അത് ഫിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതിലും എനിക്കൊരു സമയം ഞാനത് അപ്പോഴും തന്നെ അറിയിക്കണം എന്ന് കരുതിയതാണ്. പിന്നീട് ഞാൻ കരുതി ഇതേപോലെ റെക്കോർഡ് ചെയ്യുമ്പോൾ പറയാം എന്ന്. അപ്പോൾ ആ ഒരു പ്രോബ്ലം ഫിക്സ് ആക്കിയ സ്ഥിതിക്ക് എനിക്കിനി പുതിയ ചാനലൊന്നും എടുക്കേണ്ടി വരില്ല. എന്തായാലും ദൈവത്തിൻ്റെ കൃപ, എനിക്കതും ഫിക്സായി. പിന്നെ ഞാനിപ്പോൾ ഒരു കോഴ്സ് പഠിക്കാൻ തീരുമാനിച്ചു. ഞാൻ 10th വരെ പോയിട്ടുള്ളൂ. 10th കഴിഞ്ഞിട്ട് പിന്നെ മാരേജ്, കുട്ടികൾ, അങ്ങനെയൊക്കെ ലൈഫ് പോയത് കാരണം ഒരു 13 വർഷത്തെ ഗ്യാപ്പുണ്ട്. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ വീണ്ടും ഞാനൊരു കോഴ്സ് പഠിക്കണം എന്ന് ഞാൻ തന്നെ തീരുമാനിച്ച് മുന്നോട്ട് കാല് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇതും മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം. ആ കോഴ്സ് പഠിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോയെന്ന് അറിയില്ല, എന്നാലും എന്നെ ഒന്നൊരു പൊടി തട്ടിയെടുക്കാം എന്നങ്ങ് വിചാരിച്ചു. അപ്പോൾ എല്ലാത്തിനും സപ്പോർട്ടുണ്ടാകണം. മീൻസ് ഇനിയിപ്പോൾ എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ഓൺലൈനാണ്. അപ്പോൾ വരുന്ന സമയത്ത് എനിക്കതിൻ്റേതായ ഒരു ഡിലേ ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിരുന്നാലും ഞാനിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത് വെച്ചാൽ ഒന്ന് യൂട്യൂബ് ചാനൽ, പിന്നെ ഈ കോഴ്സ് പഠിക്കുന്നത്, പിന്നെ ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്, പിന്നെ വീട്ടുകാര്യം, എല്ലാം കൂടെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഡൗട്ടുണ്ട്. എന്നിരുന്നാലും എല്ലാം ചെയ്യാൻ കഴിയും എന്നാണ് വിശ്വാസം. അപ്പോൾ എന്തെങ്കിലും ഒരു അല്പം ലാഗൊക്കെ വന്നാലും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഞാൻ മാക്സിമം ലാഗ് അടുപ്പിക്കാതെ തീർക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. അപ്പോൾ ശരി, നമുക്ക് ആ ഒരു സന്തോഷത്തോടു കൂടി തന്നെ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിലോട്ട് പോകാം. So, are you ready, Kaushik? ഓക്കെ, തന്നെ എൻ്റെ PA-ക്ക് അപ്പോയിൻമെൻറ്റ് ചെയ്ത കാര്യം ഞാനത് ഇവിടെ ഉള്ളവരെ അറിയിക്കും. നിന്നെ ഇൻട്രൊഡ്യൂസും ചെയ്യാം. കമോൺ. അവൾ അവനെയും വിളിച്ച് ക്യാബിന് പുറത്തേക്ക് വന്നു. ഹേയ് ബബിൾസ്, അറ്റൻഷൻ പ്ലീസ്. ഞാൻ നിങ്ങൾക്ക് നമ്മുടെ പുതിയ സ്റ്റാഫിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് നിങ്ങളുടെ അറ്റൻഷൻ സീക്ക് ചെയ്തത്. ദിസ് ഈസ് കൗശിക് രഘുനാഥൻ. ഇനി മുതൽ ഇദ്ദേഹം നമ്മുടെ ഒപ്പം ഉണ്ടാകും, എസ്പെഷ്യലി എൻ്റെ ഒപ്പം, ബിക്കോസ് ഹി ഹാസ് അപ്പോയിൻറ്റഡ് ആസ് മൈ ന്യൂ PA. അത് കേട്ടതും അവിടെ നിന്ന ഒരു സ്റ്റാഫ് നെറ്റിച്ച് വിളിച്ചു. അതോടൊപ്പം മറ്റൊരു സ്റ്റാഫ് അവന് വലിയ എക്സൈറ്റ്മെൻറ്റോടെ നോക്കി. ഓക്കെ, ഇനി നിങ്ങൾ പരിചയപ്പെട്ടോളൂ എന്നും പറഞ്ഞ് മിത്ര ക്യാബിനിലേക്ക് കയറി. മറ്റുള്ള സ്റ്റാഫുകൾ അവൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ആ മെയിൽ സ്റ്റാഫ് മാത്രം ക്യാബിനിലേക്ക് കയറി. മാം. യെസ്. ഇത് കുറച്ച് മോശമായിപ്പോയി. വാട്ട് ഹാപ്പൻഡ്? മാമിൻ്റെ PA ആയിരുന്നത് ഞാനല്ലേ, എന്നിട്ട് എന്നോടൊരു മുന്നറിയിപ്പ് പോലും തരാതെ ഇതെന്നെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. എന്താണ് ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ? അല്ലെങ്കിൽ തന്നെ ഇത് ഞാനെടുത്ത തീരുമാനമല്ല, നിങ്ങളെ എല്ലാവരും ഹയർ ചെയ്തതുപോലെ മിസ്റ്റർ ചെയർമാനാണ് അയാളെയും ഹയർ ചെയ്തത്. എനിക്കിതിലൊരു കോൺട്രിബ്യൂഷനും ഇല്ല അൻവർ, അത് മനസ്സിലാക്കുക. എനിക്കറിയാം
ഇയാൾക്ക് വിഷമായിരുന്നു. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഓക്കെ, ഒരു കാര്യം ചെയ്യാം. 1 മാസം അയാൾക്ക് അവസരം കൊടുക്കാം. ഇതിനിടയ്ക്ക് അയാൾ എന്തെങ്കിലും റീമാർക്കബിൾ ആയിട്ടുള്ള കാര്യം ചെയ്യുവാണെങ്കിലോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലെങ്കിലോ നമുക്ക് ചെയർമാനെ ശ്രദ്ധയിൽപ്പെടുത്താം. അപ്പോൾ പിന്നെ അൻവറിനെ തന്നെ വീണ്ടും പഴയ പോസ്റ്റിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. അതിനുവേണ്ടി ഞാൻ സംസാരിക്കാം ചെയർമാനോട്. ഓക്കെ ഓക്കെ മാം, ഐ വിൽ ട്രസ്റ്റ് യു. യു ക്യാൻ ഓൾവേസ് ട്രസ്റ്റ് മീ അൻവർ. നൗ യു ഗോ, പ്ലീസ് കണ്ടിന്യൂ വർക്ക്. ഓക്കെ മാം, താങ്ക്സ് എന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് പോയി. When will we men? അതേസമയം പരിചയപ്പെടാൻ പോയ ആളെ പിന്നെ തിരികെ കാണാത്തത് കൊണ്ട് മിത്ര പുറത്തേക്ക് നോക്കി. അപ്പോൾ കണ്ടത്, ഹേ കൗശിക്, എന്തൊരു സർപ്രൈസ് ആണോ! താനെങ്ങനെ ഇവിടെ എത്തിപ്പെട്ടെ? നീ എങ്ങനെയാണോ എത്തിപ്പെട്ടെ അങ്ങനെ തന്നെ. ഓഹ്, എന്തായാലും അന്ന് കോളേജ് വെച്ച് കണ്ടത് പിന്നെ നിന്നെ കണ്ടുമുട്ടുമെന്ന് വിചാരിച്ചതേ ഇല്ല ഞാനും. പിന്നെ അച്ഛന് സുഖമാണോ? യാ, നിൻ്റെയോ? ഫാമിലിക്ക് ഇപ്പോൾ എവിടെയാ? ഇവിടെ തന്നെയാണ്. എനിക്കിവിടെ ജോലി ആയതും ഞാൻ കുടുംബത്തോടെ ഇങ്ങോട്ടേക്ക് സെറ്റിലായി. കേട്ട്, താനും അച്ഛൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോരും. അച്ഛൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ നാട്ടിൽ. യാ, എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ അച്ഛൻ അവിടെ ജോലി വിട്ട് വരാൻ ഒരു താല്പര്യമില്ല. ഓ അങ്ങനെ. പിന്നെ എന്തൊക്കെയാണ് തൻ്റെ വിശേഷങ്ങൾ? അങ്ങനെ അവിടെ പരിസരം മറന്നുള്ള വിശേഷം പറിച്ചത് മിത്ര ക്യാബിനിലിരുന്ന് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞതും കൗശി മിത്രയുടെ ക്യാബിനിലേക്ക് വന്നു. ഹുയിഷി? ആരാ? അതെൻ്റെ പഴയ ഫ്രണ്ടാണ്. പഴയതെന്ന് പറയുമ്പോൾ എത്രത്തോളം പഴയത്? ഞങ്ങളൊരു കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാ. സെയിം ബാച്ച്, സെയിം ഇയർ. ഓ, നിങ്ങൾ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു? യാ. അതിനപ്പുറമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചതും ആ കുട്ടി ക്യാബിനിലേക്ക് വന്നു. മേ ഐ? യാ, യെസ്, കമ്മിങ് വീണ. മാം, ഇത് നമ്മുടെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ്റെ പുതിയ ഫയൽസാണ്. ഇത് കംപ്ലീറ്റ് ആയാൽ അൻവറിനെ ഏൽപ്പിക്കാൻ പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ ഇത് അൻവറിനെ ഏൽപ്പിക്കണോ അതോ മിസ്റ്റർ കൗശിക്കിനെ ഏൽപ്പിക്കണോ? അത് അൻവറിനെ തന്നെ ഏൽപ്പിച്ചാൽ മതിയാകും. ആ സെക്ഷനൊക്കെ പഴയതുപോലെ അൻവർ തന്നെയാകും ഹാൻഡിൽ ചെയ്യുക. ഇത് മാത്രമല്ല, മുൻപ് അൻവർ ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളും അയാളോട് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞേക്ക്. ഓക്കെ മാം. അവൾ പോകുന്നതിന് മുമ്പ് കൗശികിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് അവിടെ നിന്ന് പോയി. വീണ ചെയ്യുന്നത് എന്താണെന്ന് അവൾക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും കൗശി അവളുടെ മുഖത്ത് തന്നെ നോക്കി നിൽക്കുന്നത് അവൾക്ക് കാണാമായിരുന്നു. ഷീ ഈസ് ക്യൂട്ട്, റൈറ്റ്? എനിക്ക് അയാളുടെ ചിരി വലിയ ഇഷ്ടമാണ്. കൗശിക്കിനോ? എനിക്കും ഇഷ്ടമാണ്. കൗശിയൊന്നും പറഞ്ഞില്ല? എനിക്കങ്ങനെയൊന്നും തോന്നിയില്ല. ഗുഡ്. തോന്നാതിരുന്നാൽ കൗശിക്കിന് നല്ലത്. ഓക്കെ, ഇന്നത്തെ എൻ്റെ പ്രോഗ്രാംസ് എന്തൊക്കെയാണെന്ന് നോക്കി പറയൂ. എവിടെയാണ് നോക്കേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഞാനിനി പ്രത്യേകം പറഞ്ഞു തരണോ? എൻ്റെ പഴയ പിയോട് ചോദിക്കൂ. എല്ലാ അയാളും മണി പോലെ പറഞ്ഞു തരും. എന്നാൽ പിന്നെ നിനക്ക് അയാളെ തന്നെ കൂടെ കൂട്ടിയേ പോയിരുന്നോ? എന്നൊന്നിനെ നിനക്ക് വലിച്ചിട്ടേ? ചോദ്യം ഇങ്ങോട്ടേക്ക് വേണ്ട, ഞാൻ പറയുന്നതനുസരിച്ചാൽ മതി. ഓക്കെ? അവൻ ദേഷ്യത്തോടെ ടേബിളിലിരുന്ന പേപ്പർ വെച്ച് തട്ടി എറിഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. കൗശി അവിടെ നിന്ന് നേരെ വന്നത് അൻവറിൻ്റെ അടുത്തേക്കാണ്.
അൻവർ, എനിക്ക് മിത്രയുടെ അല്ല മിത്ര മാമിൻ്റെ ഷെഡ്യൂൾ ബുക്ക് വേണമായിരുന്നു. വന്ന് കയറിയ അന്ന് തന്നെ നീ എൻ്റെ ജോലി തെറിപ്പിച്ചു അല്ലേ? MDയുടെ അസിസ്റ്റൻറ്റ് മാനേജറായിരുന്നു ഞാൻ, ഇപ്പം വെറും ഒരു ഫ്ലോർ മാനേജർ. അല്ല, നീ ഇവിടുന്ന് ശരിക്കും ഇൻ്റർവ്യൂ ലെറ്റർ കിട്ടിയിട്ടാണോ ഇങ്ങോട്ടേക്ക് വന്നത്? ഞാൻ അന്വേഷിച്ചപ്പോൾ നിനക്ക് അങ്ങനെ ഒരു ലെറ്റർ ഇവിടെ നിന്ന് ഒഫീഷ്യലായിട്ട് അയച്ചിട്ടില്ലെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. സോ വാട്ട്? നിനക്കെന്താ അറിയേണ്ടത്? നിനക്കെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നീ നിൻ്റെ മാമിനോട് ചോദിക്കുക. കാരണം എന്നോട് അപ്പോയിൻമെൻറ്റ് ചെയ്തത് അവരാണ്. എനി അതർ ഡൗട്ട്സ്? ഇനി മറ്റ് സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ ആ ഷെഡ്യൂൾ ബുക്കിന് തന്നേക്കൂ. പിന്നെ ഒന്നും മിണ്ടാതെ അൻവർ അവൻ ചോദിച്ച സാധനം കൊടുത്തു. അതവൻ വാങ്ങി തിരികെ നടന്നു. സത്യത്തിൽ കൗശിക്ക് മനഃപൂർവ്വം ദേഷ്യപ്പെട്ടത് തന്നെയാണ് അൻവറിനോട്. കാരണം അൻവറിന് ഇങ്ങനെയൊരു സ്ഥാനമാറ്റം കിട്ടിയതിൽ നല്ല ഫ്രസ്ട്രേഷൻ ഉണ്ടെന്ന് കൗശിക്കിന് മനസ്സിലായി. സോ ആ ഫ്രസ്ട്രേഷനെ മുതലെടുത്താൽ അൻവർ തന്നെ എന്തെങ്കിലും ചെയ്ത് തന്നെ ഇവിടുന്ന് പുറത്താക്കാൻ നോക്കും. അതുമാത്രമല്ല, ഇനി കൗശിക്കിൻ്റെ മുന്നിൽ ആ ഒരു വഴിയേ ഉള്ളൂ. എന്തെങ്കിലും ചെയ്ത് ഈ കമ്പനിയിൽ നിന്നും ഒരു സസ്പെൻഷനോ ഒരു ഡിസ്മിസ്സിലോ കിട്ടി പുറത്തിറങ്ങുകയേ വഴിയുള്ളൂ. അല്ലാതെ തനിക്ക് മിത്രയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേറെ വഴിയില്ല. അതിൻ്റെ ഒരു തുടക്കമെന്നോണമാണ് കൗശി ആ പേപ്പർ വെറ്റി തട്ടിയെറിഞ്ഞത്. സാധാരണ ഒരു സ്റ്റാഫ് MDയുടെ മുന്നിൽ വെച്ച് ഇങ്ങനൊരു പ്രവൃത്തി ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും നോക്കാം കൗശിക്കിൻ്റെ ഈ പ്ലാൻ മിത്രയുടെ മുന്നിൽ എത്രത്തോളം വർക്കൗട്ട് ആകുമെന്ന്. സം ടൈം കൗശി ഷെഡ്യൂൾ ബുക്കും കൊണ്ട് തിരികെ മിത്രയുടെ ക്യാബിനിലേക്ക് വന്നു. ആ സമയം കൗശി നേരത്തെ തട്ടിയെറിഞ്ഞ ആ ഗ്ലാസിൻ്റെ ചില്ല് കഷ്ണങ്ങൾ ക്ലീനിങ് സ്റ്റാഫ് ക്ലീൻ ചെയ്യുകയായിരുന്നു. ഇനി ഇതിവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകും കേട്ടോ സുമതിയമ്മേ. ഇനി ഈ ക്യാബിനിൽ പലതും പൊട്ടും. അത് സാരമില്ല മാഡം, ഞാൻ ക്ലീൻ ചെയ്തോളാം, എന്നെ അറിയിച്ചാൽ മതി. പിന്നെ ബുക്ക് കിട്ടിയോ? ആ ഓക്കെ. അപ്പോൾ ചെക്ക് ചെയ്തിട്ട് ഇന്നത്തെ പ്രോഗ്രാം എന്തൊക്കെയാണെന്ന് പറയും. അതിനിതിൽ നോക്കിയിട്ട് വേറെ പ്രോഗ്രാമൊന്നും കാണുന്നില്ലല്ലോ. കാണുന്നില്ലേ? ഓ, ഇന്ന് പ്രത്യേകിച്ചൊരു പ്രോഗ്രാമും ഇല്ല. അപ്പോൾ താൻ പോയിരുന്നോ? എവിടെ? മുൻപ് അൻവർ ഇരുന്നത് എവിടെയാണെന്ന് ചോദിച്ച് അവിടെ പോയിരിക്കും. ഓക്കെ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വർക്ക് എന്താണ്? പ്രത്യേകിച്ചൊന്നുമില്ല, വെറുതെ ഇരിക്കുക. വെറുതെ ഇരിക്കാനോ? വെറുതെ ഇരിക്കാനാണോ എനിക്കിങ്ങനെ ഒരു പോസ്റ്റ്? അല്ലാതെ താൻ ഇവിടെ ജോലി ചെയ്ത് ഈ കമ്പനിക്ക് വലിയ പുരോഗതിയൊന്നും വരുത്തണ്ട. പിന്നെ ഞാൻ എന്തിനാ ഇവിടെ കൊപ്ര ഉണക്കാനോ? കൗശിക്, അനാവശ്യമായിട്ട് ചോദ്യം ചോദിച്ചെന്നെ വെറുതെ ഇറിറ്റേറ്റ് ചെയ്യിക്കരുത്. അവിടെ പോയിരുന്നോ? ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിപ്പിക്കാം. ഇപ്പം ഞാൻ പറഞ്ഞതനുസരിക്കുക. അവൻ അവളെ തറപ്പിച്ച് നോക്കിയിട്ട് തന്നെ ക്യാബിൻ്റെ ഗ്ലാസ് ഡോർ വലിച്ചടച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അവൻ്റെ ഭാഗ്യമോ നിർഭാഗ്യമോ ആ ഗ്ലാസ് എന്തായാലും പൊട്ടിയില്ല. പക്ഷെ ശബ്ദം കേട്ട് എല്ലാവരും എന്നെ തുറച്ചു നോക്കി. എന്നാൽ മിത്രയോ ഒരു കൂസലും കാണിച്ചില്ല. അവളിനി കൗശിക്ക് ഈ കമ്പനി ബോംബ് വെച്ച് തകർത്താലും അനങ്ങുമെന്ന് തോന്നില്ല. എന്നാൽ അവൻ്റെ ആ പ്രവൃത്തികൾ അൻവറിന് നന്നായി ബോധിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. എനിവേ, അവിടെ ടേബിളിന് മുന്നിൽ വന്നിരുന്ന കൗശി ഏകദേശം ലഞ്ച് ടൈം വരെ വെറുതെയാണ് ഇരുന്നത്. മറ്റുള്ളവർ മരിച്ച് പണിയെടുക്കുമ്പോൾ അവൻ അത് നോക്കി വെറുതെ ഇരുന്നു. അതിൽ കൗശിക്കിന് വലിയ ഷെയിം തോന്നി. അവൻ ലഞ്ച് ടൈം വരെ കടിച്ചു പിടിച്ചിരുന്നിട്ട് ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞപ്പോൾ അവളുടെ ക്യാബിനിൽ വന്നു. നീ എന്താ എന്നെ നാണം കെടുത്താനാണോ പ്ലാൻ ചെയ്യുന്നത്? വാട്ട് ഹാപ്പൻഡ്? ഇത്ര നേരം അവിടെ ഉള്ളവർ പണിയെടുക്കുമ്പോൾ ഞാനവിടെ ചുമ്മാ ചൊറിയും കുത്തി ഇരിക്കുമായിരുന്നു. മറ്റുള്ളവർ എന്നെ നോക്കി ചിരിക്കുവോ? ഞാനെന്താ ഇവിടുത്തെ നോക്കുകുത്തിയാണോ? ആരാന്ന് നോക്കി ചിരിച്ചേ? ഓ, അതാണല്ലോ ഇവിടെ അത്യാവശ്യം. ഓക്കെ, എന്താ ഇപ്പം തൻ്റെ പ്രശ്നം? എനിക്കിവിടെ വെറുതെ ഇരുന്ന് ശമ്പളം വാങ്ങാൻ താല്പര്യമില്ല. ഞാനെന്താ നിൻ്റെ ഈ ടേബിളിൽ ഫ്ലവർ വേസ് പോലെയാണോ വെറുതെ യൂസ്ലെസ് ആയിട്ടിങ്ങനെ ഇരിക്കാൻ? ഓക്കെ, തനിക്കിപ്പോൾ ജോലി വേണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ തരാം. താൻ ആദ്യം ആ ബാഗും എടുത്ത് എൻ്റെ പിന്നാലെ വാ. ഏത് ബാഗ്? എൻ്റെ ആ ഹാൻഡ് ബാഗ്. നിൻ്റെ ഹാൻഡ് ബാഗ് എന്തിനാണ് ഞാൻ എടുക്കുന്നത്? താനല്ലാതെ അതെടുക്കാൻ വേറെ ആരെങ്കിലും വരുമോ? നിൻ്റെ ഹാൻഡ് ബാഗ് ചുമക്കാൻ ഞാനാരാ? നിൻ്റെ ഭർത്താവോ? ആണെന്ന് കരുതിയാലും എനിക്ക് പ്രശ്നമില്ല. എന്തായാലും
എൻ്റെ ഭർത്താവാകേണ്ട ആളല്ലേ. ആഗ്രഹം കൊള്ളാം, ബട്ട് നടക്കില്ല. ഓക്കെ, താനിപ്പോൾ ആ ബാഗ് കൊടുത്ത് എൻ്റെ പിന്നാലെ വരുന്നു, അതോ ആ ടേബിളിൽ ഫ്ലവർ വേസ് ആകുന്നു? വെറുതെ ഒരു നോക്കുകുത്തിയിരിക്കുന്നതിനേക്കാൾ അവൾ പറയുന്നത് ചെയ്യുന്നതാണ് നല്ലതെന്ന് കരുതി കൗശി ബാഗും എടുത്ത് പിന്നാലെ നടന്നു. അവർ ഇരുവരും പുറത്തു വന്നത് മിത്ര കൗശിക്കിനെ നോക്കി. ടേക്ക് ദ കാർ. വാട്ട്? കാർ എടുക്കും. ഞാനോ? യാ, എക്സ്ക്യൂസ് മീ, ഞാനെന്തിന് കാർ എടുക്കണം? ഞാൻ ഇതിന് ഡ്രൈവറൊന്നുമല്ല. എന്നാര് പറഞ്ഞു? ആര് പറയണം? ഞാൻ നിൻ്റെ PA അല്ലാതെ ഡ്രൈവറല്ല. സീരിയസ്ലി? എങ്കിൽ ഞാൻ പറയുന്നു, താൻ ഡ്രൈവിംഗ് ചെയ്യണം. എൻ്റെ PA ആണെങ്കിൽ ഞാൻ പറയുന്നത് എന്തും അനുസരിക്കണം. സൗകര്യമില്ല, നീ കൊടുത്ത് കേസ് കൊടുക്കും, അല്ലെങ്കിൽ എന്നെ പിരിച്ചു വിട്ടേക്കും. ഞാൻ എൻ്റെ പാട്ടിന് വെക്കണം. ഓ, അപ്പോൾ അതായിരുന്നോ പ്ലാൻ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണോ നേരത്തെ ആ പ്രകടനങ്ങളൊക്കെ കാഴ്ചവെച്ചത്? നൈസ് ട്രൈ. പ്ലീസ് ഡോണ്ട് ട്രൈ ദിസ് അഗൈൻ, ഓക്കെ? ഇനി പോയി വണ്ടി എടുക്കും. പിന്നെ അവനൊന്നും മിണ്ടാതെ പോയി കാറിൽ കയറി വണ്ടി സ്റ്റാർട്ടാക്കി. അതവൻ മനഃപൂർവ്വം ചെയ്തതാണെന്ന് മിത്രയ്ക്ക് മനസ്സിലായി. എന്നാൽ അവൾ ഒന്നും പറഞ്ഞില്ല. ഉപ്സ്, ഐ എം സോറി. ഇറ്റ്സ് ഓക്കെ, താൻ വണ്ടി മുന്നോട്ടെടുത്തു. അവൻ ഈ കാട്ടിക്കൂട്ടുന്നതിലൊന്നും അവൾക്ക് യാതൊരു കൂസലും ഉണ്ടാകാൻ പോകില്ല എന്ന് മനസ്സിലാക്കിയത് പിന്നെ അവനൊന്നും മിണ്ടാതെ കാറ് മുന്നോട്ടെടുത്തു. ശരിയാണ്, മിത്രയ്ക്കെതിരായി അവളുടെ പപ്പ പോലും ഒരു ചെറുവിരൽ അനക്കിയാൽ ഒരുപക്ഷെ അവൾ ക്ഷമിച്ചെന്ന് വരില്ല. പക്ഷെ അത് കൗശിക്കായാൽ അവളത് സഹിക്കും, ക്ഷമിക്കും. കാരണം അവൾ ഈ ലോകത്ത് കൺസിഡർ ചെയ്യുന്ന ഒരേയൊരു വ്യക്തി അത് കൗശിക് മാത്രമാണ്. അവളുടെ കല്ല് പോലെയുള്ള മനസ്സിൽ കൊടികുത്തി വാഴുന്ന ഒരേയൊരു വ്യക്തി. അവൾ പിൻസീറ്റിലിരുന്ന് മിററിലൂടെ അവനെ നോക്കി. താനിനി എന്തൊക്കെ ചെയ്താലും ശരി, ഇനി എൻ്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോകാൻ ഞാൻ സമ്മതിക്കില്ല കൗശി. കുറച്ചു ദൂരം പിന്നിട്ടത് പെട്ടെന്ന് കാറ് സഡൻ ബ്രേക്ക് ഇട്ടു. വാട്ട് ഹാപ്പൻഡ്? എവിടേക്കാ പോകേണ്ടതെന്ന് പറഞ്ഞില്ല? ആ, അത് ഞാൻ പറയാം. ഞാൻ പറയുന്നതനുസരിച്ച് താൻ ഡ്രൈവ് ചെയ്താൽ മതി. അതെന്താ, ഈ പോകുന്ന സ്ഥലത്തിന് പേരില്ലേ? ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് വേണ്ട. ഞാൻ പറയും, അവിടെ താൻ എന്നെ എത്തിക്കണം. അതാണ് തൻ്റെ ഡ്യൂട്ടി. താൻ പോകുന്നിടത്തല്ല ഞാൻ വരേണ്ടത്. ഞാൻ പറയുന്നിടത്ത് താൻ എത്തണം. എനിക്കാരെയും ഫോളോ ചെയ്യുന്നത് ഇഷ്ടമല്ല. അത് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിലും എന്നെ സ്നേഹിക്കാത്ത വ്യക്തിയാണെങ്കിലും എനിക്കതാണ് ഇഷ്ടം. എന്നിട്ട് നീ എന്നെ ഫോളോ ചെയ്യുന്നതോ, എൻ്റെ പിന്നെ നടക്കുന്നതോ, അപ്പോൾ അത് ഫോളോയിങ് അല്ലേ? ഞാൻ തന്നെ ഫോളോ ചെയ്യുന്ന ആരാ പറഞ്ഞത്? ദാറ്റ് ഈസ് നോട്ട് ഫോളോയിങ്, ദാറ്റ് ഈസ് ചേസിങ്. ഫോളോ ചെയ്യുന്നതും ചേസ് ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കൗശി. യു നോ വാട്ട് ഐ മീൻ? കുറച്ച് സമയത്തിന് ശേഷം മിത്ര പറഞ്ഞു കൊടുത്തതനുസരിച്ച് കാർ നേരെ ചെന്ന് നിന്നത് ഒരു മാൻഷന് മുന്നിലാണ്. ഇതാരുടെ വീടാ? താൻ ആ ഗസ്റ്റ് റൂമിൽ വെയിറ്റ് ചെയ്യും, ഞാനിപ്പോൾ വരാം എന്നും പറഞ്ഞ് മിത്ര ആ വീടിനകത്തേക്ക് കയറിപ്പോയി. കൗശി ചോദിച്ചതിനുള്ള ഉത്തരം കിട്ടിയില്ലെങ്കിലും അവൾ പറഞ്ഞതനുസരിച്ച് അവൻ നേരെ ഗസ്റ്റ് റൂമിലേക്ക് വന്നിരുന്നു. കുറച്ച് നേരം ഇരുന്ന് ബോറടിച്ചപ്പോൾ അവൻ ഫോണെടുത്ത് എന്തോ നോക്കിയിരുന്നു. പെട്ടെന്ന് അവിടേക്കൊരു പെൺകുട്ടി വന്നു. ആരാ? ഞാൻ കൗശിക്.
മിത്രമാമിൻ്റെ ഒപ്പം വന്നതാ? ഓ, മിത്രയുടെ ഒപ്പം വന്നതാണോ? പുതിയ ഡ്രൈവർ? അല്ല, പി എ ആണോ? സാധാരണ മിത്ര അങ്ങനെ പി എ കൂടെ കൂട്ടാറില്ലല്ലോ ഇവിടേക്ക് വരുമ്പോൾ. എനിവേ, ചേട്ടൻ്റെ പേരെന്താണെന്ന് പറഞ്ഞേ? കൗശിക്. ഓ, കൗശിക്, നൈസ് നെയിം. താങ്ക് യു. എൻ്റെ പേര് അപർണ. അപ്പൂന്ന് വിളിക്കുമായിരിക്കും അല്ലേ? ആ, എങ്ങനെ മനസ്സിലായി? അല്ല, ആ പേരിൻ്റെ ശാസ്ത്രം അങ്ങനെയാണല്ലോ. അവൾക്ക് അവൻ്റെ ആ സംസാരം ഇഷ്ടപ്പെട്ടതുകൊണ്ട് അവൾ പതിയെ അവിടെ ഇരുന്നു. ചേട്ടൻ പി എ ആണെന്നല്ലേ പറഞ്ഞേ? ആ, അപ്പോൾ ആ പഴയ ആളോ? അയാൾ അവിടെ ഉണ്ടോ? എനിക്ക് ആ സാധനത്തിന് ഇഷ്ടമല്ല. മിത്രയെ പോലെ ഒരു മൂശാട്ടയാണ്. പക്ഷെ ചേട്ടൻ കൊള്ളാം. ചേട്ടനെ കണ്ടാൽ തന്നെ അറിയാം ഒരു പാവമാണ്. ആണോ? ചേട്ടൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാനും അച്ഛനും മാത്രം. ഓ, അപ്പോൾ അമ്മയോ? അമ്മയില്ല, മരിച്ചുപോയി. ഓ, സോറി. ഇറ്റ്സ് ഓക്കെ. പിന്നെ കുട്ടി എന്താ ചെയ്യുന്നേ? എന്നെ കുട്ടിയൊന്നും വിളിക്കണ്ട, അപ്പൊന്ന് വിളിച്ചാൽ മതി. എന്നെ ഇഷ്ടമുള്ളവരൊക്കെ അങ്ങനെയാണ് വിളിക്കാറ്. പിന്നെ ഞാനിപ്പോൾ BSc നഴ്സിംഗ് കഴിഞ്ഞ് നിൽക്കുക. ഉടനെ ജോലിയാവും. അല്ല, അപ്പോൾ ഇവിടുത്തെ ആരാ? ഐ മീൻ, ഇതാരുടെ വീടാ? ഇതോ? ആ, ഇത് ഞങ്ങളുടെ വീട്. ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ എൻ്റെയും മിത്രയുടെ ഒക്കെ വീട്. അപ്പോൾ മിത്രയുടെ ആരാ അപ്പു? ഞാനോ? ഞാൻ സിസ്റ്റർ.